വീണ്ടും എല്ലാവർക്കും അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സാങ്കി ടാങ്കിലൂടെയുള്ള നമ്മുടെ മനോഹരമായ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആദ്യ ഭാഗം നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ ഓരോ ലൈക്കും ഓരോ കമന്റും ഓരോ ഷെയറും ഞങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രചോദനമാണ്. അതിന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് 1000 നന്ദി. ഇനി സാങ്കി ടാങ്കിന്റെ ഇതുവരെ കാണാത്ത മറ്റൊരു മുഖം നമ്മളെ കാത്തിരിക്കുന്നു. കൂടുതൽ കൗതുകങ്ങൾ, കൂടുതൽ കഥകൾ, കൂടുതൽ മനോഹരമായ കാഴ്ചകൾ എല്ലാം ചേർന്ന ഈ യാത്ര ഇനി കൂടുതൽ ആസ്വാദികരമാകാൻ പോകുകയാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ മനോഹരമായ തടാകത്തിന്റെ തീരങ്ങളിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കാം. ഇത് അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാം യാത്ര തുടരുകയാണ്. സാങ്കി ടാങ്കിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സാങ്കി ടാങ്കിന്റെ വിലാസം 11 ക്രോസ് റോഡ്, കോദണ്ഡരാംപുര, ഗായത്രി നഗർ, മല്ലേശ്വരം, ബംഗളൂരു, കർണാടക 56021. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ മനോഹരമായ തടാകത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ എളുപ്പമാണ്. റോഡ് മാർഗവും പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവിടെ അനായാസം എത്താം. ബോട്ടിംഗ് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ 180042516663. അതുപോലെ മേയൂര സാങ്കി ബോട്ട് ക്ലബിന്റെ മുൻകാല കോൺടാക്ട് നമ്പർ 0802334240. എന്നാൽ ഒരു ചെറിയ നിർദ്ദേശം: ബോട്ടിംഗ് സേവനങ്ങൾ, പ്രവർത്തന സമയം അല്ലെങ്കിൽ കോൺടാക്ട് വിവരങ്ങൾ കാലാനുസൃതമായി മാറാൻ സാധ്യതയുള്ളതിനാൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നിലവിലെ വിവരങ്ങൾ ഔദ്യോഗികമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഇനി നിങ്ങളുടെ അടുത്ത ബംഗളൂരു യാത്രയിൽ സാങ്കി ടാങ്കും ഉൾപ്പെടുത്തൂ. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഈ മനോഹര അനുഭവം നിങ്ങളെയും കാത്തിരിക്കുന്നു. സാങ്കി ടാങ്കിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ബംഗളൂരുവിന്റെ ഏത് ഭാഗത്തുനിന്നും ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമെന്നതാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ മനോഹര തടാകം മികച്ച ഗതാഗത സൗകര്യങ്ങളാൽ എല്ലാവർക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നു. സന്ദർശകർക്ക് BMTC ബസുകൾ, മെട്രോ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ, ആപ്പ് അധിഷ്ഠിത കാബുകൾ അല്ലെങ്കിൽ സ്വന്തം സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് സാങ്കി ടാങ്കിലേക്ക് എത്തിച്ചേരാം. തടാകത്തിന് സമീപമുള്ള പ്രധാന ഗതാഗത കേന്ദ്രങ്ങളിൽ സാങ്കി ടാങ്ക് ബസ് സ്റ്റോപ്പ്, ഭാഷ്യം സർക്കിൾ, മല്ലേശ്വരം, കൂടാതെ മന്ത്രി സ്ക്വയർ, സംബികെ റോഡ് മെട്രോ സ്റ്റേഷനും യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനും ഉൾപ്പെടുന്നു. മെട്രോ ഉപയോഗിക്കുന്നവർക്ക് ഈ സ്റ്റേഷനുകളിൽ നിന്ന് ചെറിയൊരു യാത്ര മാത്രം മതിയാകും. ദൂരയാത്ര ചെയ്യുന്നവർക്ക് പ്രധാന ഗതാഗത കേന്ദ്രങ്ങളും സാങ്കി ടാങ്കിന് വളരെ അടുത്താണ്. ബംഗളൂരു സിറ്റി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഏകദേശം 4 മുതൽ 6 കിലോമീറ്റർ അകലെയാണ്. യശ്വന്ത്പൂർ ജംഗ്ഷൻ ഏകദേശം 4 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ. കേംപെഗൌഡ ബസ് സ്റ്റേഷൻ ഏകദേശം 6 കിലോമീറ്റർ അകലെയും കേംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം 34 മുതൽ 36 കിലോമീറ്റർ ദൂരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ വാഹനത്തിൽ എത്തുന്നവർക്കായി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. എന്നാൽ വാരാന്ത്യങ്ങളിലും സായാഹ്ന സമയങ്ങളിലും സന്ദർശകരുടെ എണ്ണം കൂടുതലാകുന്നതിനാൽ പാർക്കിംഗ് സ്ഥലങ്ങൾ പരിമിതമായേക്കാം. അതിനാൽ അത്തരം സമയങ്ങളിൽ നേരത്തെ എത്തുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. ചരിത്രവും പ്രകൃതിയും നഗരജീവിതവും മനോഹരമായി ഒത്തുചേരുന്ന സാങ്കി ടാങ്കിലേക്ക് എത്തിച്ചേരുന്നത് എളുപ്പമാണ്. അതുകൊണ്ടുതന്നെ ബംഗളൂരുവിലെ ഏറ്റവും പ്രിയപ്പെട്ട നഗരപ്രകൃതി കേന്ദ്രങ്ങളിലൊന്നായി ഇത് ഇന്നും നിലനിൽക്കുന്നു. സാങ്കി ടാങ്കിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഈ മനോഹരമായ പ്രകൃതി അനുഭവം ആസ്വദിക്കാൻ വലിയൊരു ചെലവ് ആവശ്യമില്ല എന്നതാണ്. സാങ്കി ടാങ്കിലേക്കുള്ള പൊതുപ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. അതുകൊണ്ടുതന്നെ ബംഗളൂരുവിലെ ഏറ്റവും ജനപ്രിയവും എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാവുന്നതുമായ നഗരപ്രകൃതി കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. തടാകത്തിന്റെ സൗന്ദര്യം ജലത്തിലൂടെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോട്ടിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു വ്യക്തിക്കുള്ള ബോട്ടിംഗ് നിരക്ക് 10 രൂപ ആയിരുന്നു. കൂടാതെ തടാകത്തിന്റെ മധ്യഭാഗത്തുള്ള ദ്വീപിലേക്ക് എത്തിച്ചുകൊണ്ട് തിരികെ കൊണ്ടുവരുന്ന ബോട്ടിംഗ് സേവനത്തിന് ഒരു വ്യക്തിക്ക് 20 രൂപ ഈടാക്കിയിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ബോട്ടിന്റെ തരം കൂടാതെ യാത്രയുടെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ച് ബോട്ടിംഗ് നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും പൊതുവെ പ്രത്യേക ഫീസ് ഈടാക്കിയിരുന്നില്ല എന്നതാണ്.
അതിനാൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനായാലും മനോഹരമായ ചിത്രങ്ങൾ പകർത്താനായാലും അല്ലെങ്കിൽ തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്ര നടത്താനായാലും സാങ്കി താങ് കുറഞ്ഞ ചെലവിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ബെംഗളൂരുവിലെ മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ്. സാങ്കി താങ്ങിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. പ്രകൃതിയെ ആസ്വദിക്കാനെത്തുന്നവരായാലും ആരോഗ്യത്തിനായി എത്തുന്നവരായാലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വരുന്നവരായാലും എല്ലാവർക്കും അനുയോജ്യമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തടാകത്തെ ചുറ്റിപ്പറ്റി മനോഹരമായി പരിപാലിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഗാർഡനുകൾ, പ്രകൃതിയോട് ചേർന്ന് നടക്കാൻ കഴിയുന്ന വാക്കിംഗ് പാതകൾ, ആരോഗ്യ സംരക്ഷണത്തിനായി ഒരുക്കിയ ജോഗിംഗ് ട്രാക്കുകൾ, ശരീരത്തിന് ഉന്മേഷം പകരുന്ന ഔട്ട്ഡോർ ജിം, കുട്ടികൾക്ക് സന്തോഷത്തോടെ കളിച്ചുല്ലസിക്കാൻ കഴിയുന്ന ചിൽഡ്രൻസ് പ്ലേ ഏരിയ, വർഷങ്ങളായി സന്ദർശകരെ ആകർഷിക്കുന്ന സ്വിമ്മിംഗ് പൂൾ, പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നഴ്സറി, ഇതെല്ലാം സാങ്കി താങ്ങിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. സന്ദർശകർക്ക് വിശ്രമിക്കാനായി തടാകക്കരയിൽ ഒരുക്കിയിരിക്കുന്ന പൊതു ഇരിപ്പിടങ്ങളും മഴയോ വെയിലയോ ആശങ്കപ്പെടാതെ വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഗസീബോകളും ആവശ്യമായ ശുചിമുറി സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്വന്തം വാഹനത്തിൽ എത്തുന്നവർക്ക് പരിമിതമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാവർക്കും ഒരുപോലെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനാകണമെന്ന ലക്ഷ്യത്തോടെ തടാകത്തിന്റെ പല ഭാഗങ്ങളിലും വീൽചെയർ സൗഹൃദ നടപ്പാതകളും സജ്ജീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ സാങ്കി താങ് ഒരു തടാകം മാത്രമല്ല, എല്ലാ പ്രായക്കാരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന, സൗകര്യങ്ങളും പ്രകൃതിയും മനോഹരമായി കൈകോർക്കുന്ന ബെംഗളൂരുവിലെ ഏറ്റവും മികച്ച അർബൻ ഗ്രീൻ സ്പേസുകളിലൊന്നാണ്. സാങ്കി താങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല എന്നതാണ്. ഇത് ബെംഗളൂരുവിന്റെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും സ്വാഭാവികമായി അനുഭവിക്കാനാകുന്ന ഇടങ്ങളിലൊന്നാണ്. ഇവിടെ ഓരോ പ്രഭാതവും ഓരോ സായാഹ്നവും ജീവിതം അതിന്റെ സ്വന്തം താളത്തിൽ മുന്നോട്ടു പോകുന്നു. തടാകക്കരയിലൂടെ ഉന്മേഷത്തോടെ നടന്ന് നീങ്ങുന്ന മോർണിംഗ് വാക്കർമാർ, ആരോഗ്യത്തിനായി വിയർപ്പൊഴുക്കുന്ന ജോഗർമാർ, ശാന്തമായ അന്തരീക്ഷത്തിൽ മനസ്സിനും ശരീരത്തിനും ഊർജം പകരുന്ന യോഗ പരിശീലകർ, സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാനെത്തുന്ന കുടുംബങ്ങൾ, ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് സമയം ചെലവഴിക്കുന്ന മുതിർന്ന പൗരന്മാർ, ഒരുമിച്ച് വ്യായാമം ചെയ്യുന്ന ഫിറ്റ്നസ് ഗ്രൂപ്പുകൾ, അപൂർവ പക്ഷികളെ തേടി ക്യാമറയുമായി നടക്കുന്ന പക്ഷി നിരീക്ഷകരും അമേച്വർ ഫോട്ടോഗ്രാഫർമാരും, കളിച്ചിരികളാൽ അന്തരീക്ഷത്തെ സജീവമാക്കുന്ന കുട്ടികൾ, പിന്നെ തടാകക്കരയിലെ ബെഞ്ചുകളിൽ ഇരുന്ന് നിശബ്ദത ആസ്വദിക്കുന്ന അനേകം ആളുകൾ, ഇവരെയെല്ലാം കാണുമ്പോൾ സാങ്കി താങ് ഒരു സ്ഥലമല്ല, നഗരത്തിന്റെ ഹൃദയമിടിപ്പാണെന്ന് തോന്നും. പ്രകൃതിയും നഗരജീവിതവും ഇത്ര മനോഹരമായി കൈകോർക്കുന്ന കാഴ്ചകൾ അപൂർവമാണ്. അതുകൊണ്ടുതന്നെ സാങ്കി താങ്ങിനെ ബെംഗളൂരുവിലെ ഏറ്റവും മികച്ച അർബൻ ലങ് സ്പേസുകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു. തിരക്കേറിയ നഗരത്തിനിടയിൽ ശുദ്ധവായുവും സമാധാനവും ജീവിതത്തിന്റെ മനോഹരമായ താളവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന അപൂർവ അഭയകേന്ദ്രം. സാങ്കി താങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഓരോ ഗതവും ഈ തടാകത്തിന് ഒരു പുതിയ മുഖം സമ്മാനിക്കുന്നു എന്നതാണ്. കാലാവസ്ഥ മാറുമ്പോൾ ഇവിടെ നിറങ്ങളും മാറുന്നു, കാഴ്ചകളും മാറുന്നു, അനുഭവങ്ങളും മാറുന്നു. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ സാങ്കി താങ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ മാസങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്നത് സുഖകരമായ കാലാവസ്ഥ, പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും വീശിയെത്തുന്ന തണുത്ത കാറ്റ്, കുറഞ്ഞ ഈർപ്പം, ദൂരക്കാഴ്ചകൾ പോലും വ്യക്തമായി ആസ്വദിക്കാനാകുന്ന മികച്ച ദൃശ്യത, പക്ഷിനിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ പീക്ക് സീസൺ, കൂടാതെ തടാകത്തെ ചുറ്റിയുള്ള നടപ്പാതകളിലൂടെ സുഖമായി നടക്കാൻ കഴിയുന്ന അത്യുത്തമമായ അന്തരീക്ഷം. ഒക്ടോബർ മുതൽ നവംബർ ആദ്യവാരം വരെ മഴക്കാലം അവസാനിച്ചതോടെ സാങ്കി താങ്ങിന്റെ പൂന്തോട്ടങ്ങളും പച്ചപ്പും കൂടുതൽ ജീവനുള്ളതാകുന്നു. ഈ സമയത്ത് സന്ദർശകർക്ക് ആസ്വദിക്കാനാകുന്നത് പുതുമ നിറഞ്ഞ സസ്യലോകം, മഴവെള്ളം നിറഞ്ഞ പൂർണ്ണ ജലനിരപ്പുള്ള തടാകം, കണ്ണുകൾക്ക് വിരുന്നാകുന്ന പച്ചപ്പാർന്ന ഭൂപ്രകൃതിയും മനോഹരമായ കാഴ്ചകളും. ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടെ ചെറിയ മഴ ലഭിക്കാമെങ്കിലും അത് ഈ തടാകത്തിന്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം ശക്തമാകുന്നതോടെ ഉച്ചസമയങ്ങളിൽ ചൂട് വർദ്ധിക്കും. എന്നിരുന്നാലും പ്രഭാതങ്ങൾ ഇപ്പോഴും സുഖകരമായിരിക്കും. പക്ഷേ ഉച്ചതിരിഞ്ഞുള്ള ചൂട് കാരണം പുറംപ്രവർത്തനങ്ങളും പക്ഷികളുടെ സജീവതയും താരതമ്യേന കുറയാറുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലം എത്തുന്നതോടെ സാങ്കി താങ് വീണ്ടും ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നു. ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ സമൃദ്ധമായ പച്ചപ്പിൽ മൂടപ്പെടുകയും തടാകം അതീവ മനോഹരമായ പ്രകൃതി ചിത്രമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാലയളവിൽ മഴ ഇടയ്ക്കിടെ നടത്തത്തെ തടസ്സപ്പെടുത്താനും ചില നടപ്പാതകൾ വഴുക്കലുള്ളതാകാനും പക്ഷിനിരീക്ഷണം കാലാവസ്ഥയെ ആശ്രയിച്ച് പ്രവചിക്കാനാകാത്ത അനുഭവമാകാനും സാധ്യതയുണ്ട്.
എന്നിരുന്നാലും മഴത്തുള്ളികൾ തടാകത്തിന്റെ ജലോപരിതലത്തിൽ വരയ്ക്കുന്ന വൃത്തങ്ങളും മഴയിൽ നനഞ്ഞു നിൽക്കുന്ന പച്ചപ്പും സാങ്കി താങ്കിന് മറ്റൊരു സിനിമാറ്റിക് ഭംഗി നൽകുന്നു. ഏത് ഋതുവിലായാലും സാങ്കി താങ്കിന് നിങ്ങളോട് പറയാനുള്ള ഒരു പുതിയ കഥയുണ്ട്. ഓരോ സന്ദർശനവും, ഓരോ കാലാവസ്ഥയും, ഓരോ കാഴ്ചയും ഈ തടാകത്തെ വീണ്ടും വീണ്ടും പ്രണയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. സാങ്കി താങ്കിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. കാരണം ഓരോ സമയവും ഈ തടാകം ഓരോ വ്യത്യസ്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. പ്രഭാതം, ഏകദേശം രാവിലെ 6 മണി മുതൽ 9 മണി വരെ സാങ്കി താങ്ക് ഏറ്റവും ശാന്തവും ഉന്മേഷം നിറഞ്ഞതുമായ സമയമാണിത്. ഈ സമയത്ത് ഇവിടെ എത്തുന്നവർക്ക് നടത്തം, ജോഗിംഗ്, പക്ഷിനിരീക്ഷണം, ഫോട്ടോഗ്രാഫി, ശുദ്ധമായ പ്രഭാതവായു, കൂടാതെ യോഗയും ധ്യാനവും ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം ലഭിക്കും. ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങൾ തടാകത്തിന്റെ ജലോപരിതലത്തിൽ പതിയുമ്പോൾ വെള്ളത്തിൽ തെളിയുന്ന സ്വർണ്ണ പ്രതിഫലനങ്ങൾ മനോഹരമായൊരു ദൃശ്യവിരുന്ന് ഒരുക്കുന്നു. അതോടൊപ്പം പക്ഷികളും ഏറ്റവും സജീവമായിരിക്കുന്ന സമയം ഇതുതന്നെയാണ്. പ്രകൃതിയുടെ ഓരോ ശബ്ദവും ഓരോ ചിറകടിയും ഒരു പുതിയ ദിവസത്തിന്റെ മനോഹരമായ തുടക്കമാകുന്നു. വൈകുന്നേരം ഏകദേശം 4 മണി മുതൽ സൂര്യാസ്തമയം വരെ സാങ്കി താങ്ക് മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്ന സമയമാണിത്. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ തടാകം മുഴുവൻ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങിത്തുടങ്ങും. ഈ സമയം സൺസെറ്റ് ഫോട്ടോഗ്രാഫിക്ക്, കുടുംബസമേതമുള്ള സന്ദർശനങ്ങൾക്ക് ബോട്ടിംഗ് സേവനം ലഭ്യമാണെങ്കിൽ തടാകക്കരയിലൂടെയുള്ള ശാന്തമായ നടത്തത്തിന്, കൂടാതെ പ്രവേശന കവാടങ്ങൾക്ക് സമീപമുള്ള സ്ട്രീറ്റ് ഫുഡിന്റെ രുചി ആസ്വദിക്കാനും ഏറ്റവും അനുയോജ്യമാണ്. ഒരു തിരക്കേറിയ ദിവസത്തിനൊടുവിൽ തടാകത്തിന് മുകളിലൂടെ വീശിയെത്തുന്ന തണുത്ത സായാഹ്നക്കാറ്റ് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പുതുമ പകരുന്നു. അതിനാൽ പ്രഭാതത്തിന്റെ ശാന്തത തേടിയെത്തിയാലും സായാഹ്നത്തിന്റെ സുവർണ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയാലും സാങ്കി താങ്ക് ഓരോ സന്ദർശനത്തെയും ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാവുന്ന ഒരു മനോഹര അനുഭവമാക്കി മാറ്റും. സാങ്കി താങ്കിന്റെ വിശാലമായ ജലാശയത്തിന്റെ മധ്യഭാഗത്ത് പ്രകൃതി ഒളിപ്പിച്ചുവെച്ചിരിക്കുന്ന ഒരു ചെറിയ രത്നമുണ്ട്. അതാണ് ഈ മനോഹരമായ ദ്വീപ്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ ദ്വീപാണ് സാങ്കി താങ്കിന്റെ സൗന്ദര്യത്തിന് മറ്റൊരു മാനം നൽകുന്നത്. ചുറ്റും പരന്നുകിടക്കുന്ന ജലാശയത്തിനിടയിൽ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന ഈ ദ്വീപ് തടാകത്തിന്റെ മനോഹാരിതയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ബോട്ടിംഗ് സേവനങ്ങൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ സന്ദർശകർക്ക് ബോട്ടിൽ ഈ ദ്വീപിലെത്താനുള്ള അവസരവും ലഭിക്കും. ജലാശയത്തിന്റെ നടുവിൽ നിന്ന് ചുറ്റുമുള്ള പച്ചപ്പും വിശാലമായ വെള്ളപ്പരപ്പും നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകളും ഒരുമിച്ച് ആസ്വദിക്കുന്ന ആ അനുഭവം വാക്കുകളിൽ വിവരിക്കാനാവാത്തതാണ്. എന്നാൽ ഈ ദ്വീപ് ഒരു വിനോദസഞ്ചാര ആകർഷണം മാത്രമല്ല. നിരവധി പക്ഷികളുടെയും ജലജീവികളുടെയും പ്രധാന ആവാസകേന്ദ്രം കൂടിയാണിത്. അതുകൊണ്ടുതന്നെ പ്രകൃതിയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന പക്ഷിനിരീക്ഷകരുടെയും അപൂർവ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്താൻ എത്തുന്ന ഫോട്ടോഗ്രാഫർമാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായി ഈ ദ്വീപ് മാറിയിരിക്കുന്നു. സാങ്കി താങ്കിന്റെ ഈ ചെറിയ ദ്വീപ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്: പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം പലപ്പോഴും അതിന്റെ ഏറ്റവും ശാന്തമായ കോണുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സാങ്കി താങ്ക് ഒരു മനോഹരമായ തടാകം മാത്രമല്ല, ബെംഗളൂരുവിന്റെ ഹൃദയത്തിൽ ജീവൻ തുടിക്കുന്ന ഒരു പ്രകൃതി ആവാസവ്യവസ്ഥയാണ്. പക്ഷിനിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് നഗരത്തിലെ ഏറ്റവും മനോഹരവും പ്രതിഫലദായകവുമായ ഇടങ്ങളിലൊന്നാണ്. തടാകവും അതിന്റെ മധ്യഭാഗത്തുള്ള ചെറിയ ദ്വീപും ചുറ്റുമുള്ള നിബിഡമായ മരങ്ങളും ചേർന്ന് വർഷം മുഴുവൻ അനേകം തദ്ദേശീയവും ദേശാടന പക്ഷികൾക്കും ഭക്ഷണവും സുരക്ഷിതമായ അഭയവും കൂടുകൂട്ടാനുള്ള അനുയോജ്യമായ ആവാസവ്യവസ്ഥയും ഒരുക്കുന്നു. ശൈത്യകാലം എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ മാർച്ച് വരെ, സാങ്കി താങ്കിന്റെ കാഴ്ചകൾക്ക് മറ്റൊരു ഭംഗിയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പറന്നെത്തുന്ന ദേശാടന പക്ഷികൾ ഈ തടാകത്തെ താൽക്കാലിക വാസസ്ഥലവും ഭക്ഷണശാലയും ആക്കുന്നു. ശാന്തമായ ജലാശയത്തിന് മുകളിലൂടെ അവ മനോഹരമായി തന്നെ നീങ്ങുന്നതും തീരത്ത് വിശ്രമിക്കുന്നതും പ്രകൃതി സമ്മാനിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ്. ഇവിടെ പതിവായി കാണാൻ കഴിയുന്ന തദ്ദേശീയ പക്ഷികളിൽ വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ, ഇന്ത്യൻ പോണ്ട് ഹെറോൺ, ലിറ്റിൽ എഗ്രറ്റ്, മറ്റ് എഗ്രറ്റ് ഇനങ്ങൾ, ലിറ്റിൽ കോർമറന്റ്, ബ്ലാക്ക് കൈറ്റ്, ഹൗസ് ക്രോ, കോമൺ മൈന, റെഡ്-വെൻറ്റഡ് ബുൾബുൾ, കൂടാതെ താറാവുകളും പ്രാവുകളും ഉൾപ്പെടുന്നു. ശൈത്യകാലത്ത് ജലനിരപ്പിനനുസരിച്ച് വിവിധ ഇനങ്ങളിലുള്ള ദേശാടന താറാവുകളും മറ്റ് ജലപക്ഷികളും, വേഡേഴ്സ്, സാൻഡ്പൈപ്പർ ഇനങ്ങൾ, കൂടാതെ ബെംഗളൂരുവിലെ തടാകശൃംഖലകളിൽ ഇടയ്ക്കിടെ കാണപ്പെടുന്ന ഓസ്പ്രേയും മറ്റ് ഇരപിടിയൻ പക്ഷികളും ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണാനാകും. ഈ തടാകത്തിന്റെ മധ്യഭാഗത്തുള്ള ചെറിയ ദ്വീപ് പക്ഷികൾക്ക് ഏറ്റവും സുരക്ഷിതമായ അഭയകേന്ദ്രങ്ങളിലൊന്നാണ്.
മനുഷ്യശല്യം വളരെ കുറവായ ഈ പ്രദേശം അവയ്ക്ക് സമാധാനത്തോടെ കൂടുകൂട്ടാനും കുഞ്ഞുങ്ങളെ വളർത്താനും അനുയോജ്യമായ ഒരു പ്രകൃതി സങ്കേതമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടുതന്നെ സാങ്കി താങ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, നഗരത്തിന്റെ നടുവിൽ പ്രകൃതിയും വന്യജീവികളും ഇന്നും സുരക്ഷിതമായി ശ്വസിക്കുന്ന ഒരു ജീവിക്കുന്ന ആവാസവ്യവസ്ഥയാണ്. ഇവിടെ എത്തുന്ന ഓരോ പക്ഷിയും ഓരോ ചിറകടിയും പ്രകൃതിയുടെ അനന്തമായ സംഗീതത്തിലെ മനോഹരമായ ഒരു സ്വരമാണ്. സാങ്കി താങ്ങിന്റെ സൗന്ദര്യം അതിന്റെ ജലാശയത്തിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ആ ജലത്തിനടിയിലും അത്ര തന്നെ സമ്പന്നമായ ഒരു ജീവലോകം നിശബ്ദമായി തഴച്ചുവളരുന്നുണ്ട്. പക്ഷികളുടെ സ്വർഗമെന്ന നിലയിൽ പ്രശസ്തമായ ഈ തടാകം അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഒരു ജല ആവാസവ്യവസ്ഥയുടെ ജീവനുള്ള ഉദാഹരണവുമാണ്. ഈ തടാകത്തിന്റെ ജലത്തിൽ വിവിധ ഇനങ്ങളിലുള്ള ശുദ്ധജല മത്സ്യങ്ങൾ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജലസ്യങ്ങൾ, ശാന്തമായി നീന്തി നടക്കുന്ന താറാവുകൾ, കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കുന്ന ആമകൾ, കൂടാതെ ഈ ആവാസവ്യവസ്ഥയുടെ അഭിന്ന ഘടകങ്ങളായ നിരവധി മറ്റ് ജലജീവികളും ജീവിക്കുന്നു. ഇവയിലെ ഓരോ ജീവിയും ഓരോ സസ്യവും ഈ തടാകത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. പ്രകൃതി ഇവിടെ സ്വയം തന്നെ പരിപാലിക്കുന്ന ഒരു അദ്ഭുത സംവിധാനമായി പ്രവർത്തിക്കുന്നു. ഒരു കാലത്ത് ജലത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിട്ടിരുന്ന സാങ്കി താങ് വർഷങ്ങളായി നടപ്പാക്കിയ ശുചീകരണവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മൂലം ഇന്ന് പൂർണ്ണമായും പുതിയൊരു ജീവൻ നേടിയിരിക്കുകയാണ്. ശുദ്ധമായ ജലവും സംരക്ഷിക്കപ്പെട്ട ആവാസവ്യവസ്ഥയും കഴിഞ്ഞ പതിറ്റാണ്ടുകളെ അപേക്ഷിച്ച് ഇവിടെ ജൈവവൈവിധ്യം ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായി. ഇന്ന് സാങ്കി താങ് ഒരു നഗരതടാകം മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് സഹവസിക്കുന്ന ജീവന്റെ സ്പന്ദനം നിറഞ്ഞ ഒരു ഹരിത ആവാസവ്യവസ്ഥയാണ്. ഇവിടെ പ്രകൃതിയുടെ ഓരോ തിരമാലയും ജീവന്റെ തുടിപ്പാണ്. ഒരു തടാകം, ഒരു ചരിത്രം, ഒരു നഗരത്തിന്റെ ഓർമ്മകൾ, അതാണ് സാങ്കി താങ്. 1882 ബംഗളൂരുവിന്റെ കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ ജലാശയം ഇന്ന് നഗരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊതുയിടങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കാലം മാറി, നഗരവും വളർന്നു, എന്നാൽ സാങ്കി താങ് ഇന്നും ചരിത്രത്തെയും പ്രകൃതിയെയും നഗരജീവിതത്തെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പക്ഷിനിരീക്ഷകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ആരോഗ്യത്തിനായി നടക്കാനെത്തുന്നവർക്കും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പസമയം മാറി സമാധാനം തേടുന്നവർക്കും എല്ലാ കാലാവസ്ഥയിലും പുതുമയാർന്ന അനുഭവം സമ്മാനിക്കുന്ന അപൂർവ ഇടമാണ് സാങ്കി താങ്. മനോഹരമായ തടാക കാഴ്ചകൾ, പച്ചപ്പാർന്ന ലാൻഡ്സ്കേപ്പ് ഗാർഡനുകൾ, ബോട്ടിംഗ് സൗകര്യങ്ങൾ, പ്രകൃതിയോട് ചേർന്ന നടപ്പാതകൾ, സമ്പന്നമായ ജൈവവൈവിധ്യം, പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം, ഇതെല്ലാം ഒരുമിച്ച് സാങ്കി താങ്ങിനെ ബംഗളൂരുവിലെ ഏറ്റവും ശ്രദ്ധേയവും കാലാതീതവുമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാക്കി മാറ്റുന്നു. സാങ്കി താങ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയെയും ചരിത്രത്തെയും സംരക്ഷിക്കാനുള്ള ബംഗളൂരുവിന്റെ പ്രതിബദ്ധതയുടെ ജീവനുള്ള സാക്ഷ്യം കൂടിയാണ്. ഓരോ തിരമാലയും ഒരു കഥ പറയുന്നു, ഓരോ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു, ഓരോ സായാഹ്നവും ഒരു മനോഹര ഓർമ്മയായി മനസ്സിൽ പതിയുന്നു. അതുകൊണ്ടുതന്നെ സാങ്കി താങ് ഒരിക്കൽ സന്ദർശിച്ചാൽ മാത്രം പോരാ, വീണ്ടും വീണ്ടും തിരികെ വിളിക്കുന്ന ഒരു അനുഭവമാണ്. ഇതോടെ ചരിത്രവും പ്രകൃതിയും നഗരജീവിതവും ഒരുമിച്ചു ചേർന്ന സാങ്കി താങ്ങിലൂടെയുള്ള നമ്മുടെ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിലൂടെ ഞങ്ങളുമായി പങ്കുവെക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാം സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ യാത്രകളും വീഡിയോകളും മിസ് ചെയ്യാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൺ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു മനോഹരമായ യാത്രയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ഇടങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, ലോകത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുക. ഇത് അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാം. യാത്ര തുടരുന്നു.